ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇനി ഈ സീരിയൽ അവസാനിക്കുന്നതിന് ആകെ 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്കെല്ലാം തിരിച്ചടി കിട്ടുകയും അർച്ചനയ്ക്കും കുടുംബത്തിനും സന്തോഷവും സമാധാനവുമായ ആ പഴയ ജീവിതം തിരിച്ചു കിട്ടുകയുമാണ്. മധുബാലയും രുക്കും ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സുമാറി നല്ലവരാവുകയാണ്. എന്നാൽ വിജയ് ശങ്കറും ചന്ദ്രയും മാത്രം ഇപ്പോഴും അർച്ചനയെ എങ്ങനെയെങ്കിലും തീർക്കണമെന്ന ഉദ്ദേശത്തോടെ നടക്കുന്നവരാണ്. അങ്ങനെ ചിന്നുവും ആര്യയും ആരോമലും കൂടി ഒരു ഗെയിം പ്ലാൻ ചെയ്യാണ്. ചിന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ആര്യയ്ക്കും ആരോമലിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യ പറയുന്നുണ്ട്, ഈ ഗെയിം എന്ന് പറയുന്നത് 2 വക്കീലുമാര് തമ്മിലുള്ളതാണല്ലോ. അപ്പോൾ ഇതിൽ അർച്ചന ആയിട്ട് വാദിക്കുന്നത് ഞാനാണ്. എന്റെ ഭാഗത്താണ് നീതിയും സത്യവും ഉള്ളത്. അഭിനയിക്കുന്ന വക്കീൽ അച്ഛനെ പോലെയാണ്. അച്ഛൻ പറയുന്നതൊന്നും സത്യമല്ലാത്തതുകൊണ്ട് നീ ആ കേസിൽ തോൽക്കുന്നു. ഇതാണ് നമ്മുടെ ഗെയിം, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആര്യ അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ഇവരുടെ ഈ ഗെയിം കാണാനായി അർച്ചനയും വിജയ് ശങ്കറും ചന്ദ്രയും ഉണ്ട്. ആര്യ പറയുന്നതെല്ലാം കേട്ട് ചന്ദ്രയ്ക്കും വിജയ് ശങ്കറിനും ഒട്ടും സഹിക്കുന്നില്ല. ചന്ദ്ര അങ്ങനെ ദേഷ്യത്തോടെ ആര്യയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആര്യ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ആരോമലും നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരൊരു ഗെയിം പ്ലാൻ ചെയ്യാണ്. എന്തായാലും ഇതിലൂടെ കുട്ടികൾക്ക് എല്ലാവർക്കും അർച്ചനയുടെ പക്ഷമാണോ വിജയ് ശങ്കറിന്റെ പക്ഷമാണോ ശരിയെന്നും തെറ്റെന്നും മനസ്സിലാക്കാനായി കഴിയും. കുട്ടികൾക്ക് പോലും ഇപ്പോൾ വിജയ് ശങ്കർ ശരിയല്ലെന്നും സത്യത്തിന്റെ കൂടെയല്ല വിജയ് ശങ്കർ നിൽക്കുന്നതെന്നും മനസ്സിലായി തുടങ്ങുകയാണ്. പിന്നീട് അർച്ചനയും ചിന്നുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അർച്ചനയും ചിന്നുവും സംസാരിച്ചു തുടങ്ങുന്നതെങ്കിലും ഒടുവിൽ ചിന്നുവിന് അങ്ങനെ വിഷമാവുന്ന കാര്യങ്ങളാണ് അർച്ചന പറയുന്നത്. ചിന്നുവിന്റെ വിഷമം കണ്ട് അർച്ചന അങ്ങനെ ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട്, ആരാ എപ്പോഴാ യാത്ര അവസാനിച്ചു പോകുന്നതെന്നൊക്കെ ആർക്കറിയാം. ഇതെല്ലാം ഒരു വിധിയാണ്. ദൈവം വിളിച്ചാൽ നമ്മൾ പോയേ തീരൂ. അതിനി ആര് തടുക്കാൻ ശ്രമിച്ചാലും നടക്കില്ല എന്നെല്ലാം അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ഇത് കേട്ടുകൊണ്ട് സങ്കടത്തോടെ ചിന്നു പറയുന്നുണ്ട്, ഈ ചിന്നുവിനെ വിട്ട് എവിടേക്കും പോവില്ല, എന്റെ കൂടെ തന്നെ എന്നും കാണും. അല്ല, ഇനി അമ്മ പോവുകയാണെങ്കിൽ അമ്മയുടെ കൂടെ എങ്ങോട്ടാണെങ്കിലും ഞാനും വരും. അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാനായി കഴിയില്ല എന്നെല്ലാം ചിന്നും അർച്ചനയോട് അങ്ങനെ പറയാണ്. അർച്ചന ഇപ്പോഴും ചന്ദ്രകാന്തത്തിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ വിജയ് ശങ്കറും ചന്ദ്രയും അർച്ചന അമ്പാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനു മുന്നേ എന്തെങ്കിലും കൊടും ചതി ചെയ്യാൻ സാധ്യതയുണ്ട്. അർച്ചന ഇനിയും ചന്ദ്രകാന്തത്തിൽ തുടരുന്നത് ശത്രുക്കളുടെ പ്ലാൻ എളുപ്പമാക്കുകയും അർച്ചനയുടെ ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.